പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. 8 റക്അത്താണ് തറാവീഹ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാളും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുമുള്ള മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് സ്വലാത്തു തറാവീഹിന്റെ കിതാബിൽ മഹാനായ ഇമാം ബുഖാരി ആ ഹദീസിനെ ചേർത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഹദീസ് കൊണ്ട് വിവക്ഷ തറാവീഹ് ആണ് എന്നും തറാവീഹ് 8 റക്അത്ത് മാത്രമേ ഉള്ളുമെന്നും പടച്ചുണ്ടാക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വീഡിയോ ക്ലിപ്പായിരുന്നു അത്. സത്യത്തിൽ ആ വീഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനുള്ള മറുപടി, അദ്ദേഹത്തിന്റെ വാദത്തിനുള്ള മറുവാദം നമുക്ക് കാണാൻ കഴിയും. തറാവീഹ് നിസ്കാരം എന്നുള്ളത് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പ്രത്യേകമായുള്ള നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും റമളാൻ മാസത്തിൽ രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കാൻ അത് കാരണമാകും എന്ന്, അവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ തറാവീഹ് റമളാനിൽ മാത്രമാണ് എന്ന് വെക്കുമ്പോൾ എന്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 11നേക്കാളും വർദ്ധിപ്പിക്കുകയില്ല എന്നതിന്റെ വിവക്ഷ അത് വിത്തറിനെ കുറിച്ചാണ് എന്നും, അല്ലാതെ ആ ഹദീസ് ഒരിക്കലും തറാവീഹിന്റെ എണ്ണത്തെ കുറിച്ച് അല്ല എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാളും വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ വിത്തർ നിസ്കാരം റമളാനിൽ സ്പെഷ്യലായി 11ന് പുറമെ മറ്റൊന്ന് ഉണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ പ്രസക്തമാണ്. ആ പ്രത്യേകമായ ഒരു വിത്തർ നിസ്കാരം റമളാനിൽ ഉണ്ടോ എന്ന്, ജമാഅത്ത് വിത്തർ നിസ്കാരം സുന്നത്താകുന്നത് റമളാനിൽ മാത്രമാണ്. അത്തരം ഒരു പ്രത്യേകത വിത്തറിനുണ്ടെങ്കിൽ റക്അത്തിന്റെ എണ്ണത്തിലും ആ ഒരു പ്രത്യേകത ഉണ്ടാകുമോ, റമളാനിൽ കൂടുതലായി നിസ്കരിക്കേണ്ടതുണ്ടോ എന്ന ഒരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടിയും കൂടിയാണ് ഈ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഹദീസ് ആ ബാബിൽ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം. നാം എല്ലാവരും ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം തറാവീഹ് ജമാഅത്ത് നടത്തുകയും അതിനുശേഷം പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് എന്ന് മഹാനായ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മഹാനായ ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിലുമൊക്കെ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. മഹാന്മാരായ സ്വഹാബിമാരും പിൽക്കാലത്ത് വന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും മദ്ഹബിന്റെ ഇമാമുകളും എല്ലാവരും 20 റക്അത്ത് തറാവീഹ് ആണ് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം വന്ന ബിദ്അത്തിന്റെ ആശയങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച മുജാഹിദിന്റെ നേതാക്കളും ആദ്യം 20 റക്അത്ത് തറാവീഹാണ് കേരളത്തിലും പഠിപ്പിച്ചത്.
മുജാഹിദുകളുടെ വലിയ നേതാവ് ഇബ്നു തൈമിയ്യയും തറാവീഹിന്റെ എണ്ണം 20 തന്നെയാണ് പഠിപ്പിച്ചത്. പിന്നെ 920-കൾക്ക് ശേഷം വന്ന മുജാഹിദുകളിൽ തറാവീഹിന്റെ എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് 1941 ശേഷമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ 941 വരെയുള്ള കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും വിത്റിന് പുറമെ 20 റക്അത്ത് തറാവീഹ് ഉണ്ടായിരുന്നു. 4 മദ്ഹബുകളുടെ ഇമാമിയങ്ങളും ഖിയാമു റമളാൻ വിത്റിന് പുറമെ 20 റക്അത്താണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ് എന്ന് മുജാഹിദുകൾ പുറത്തിറക്കുന്ന വിചിന്തനം മാസികയിൽ തന്നെ അവരെഴുതുന്നത് കാണാം. കേരളത്തിൽ 941 ശേഷം വന്ന ഈ ഒരു പുത്തനാശയം യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ നേതാവായ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെറ്റുണ്ടെന്ന്, പിഴവുണ്ടെന്ന് പറയുന്നത് ഖുർആനിൽ പിഴവുണ്ടെന്ന് തുല്യമാണ് എന്ന് മുജാഹിദുകൾ പഠിപ്പിച്ച അവരുടെ സക്കരിയ സ്വലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേതല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിലും തറാവീഹിന്റെ എണ്ണത്തെക്കുറിച്ച് പറയുന്നിടത്ത് 20 റക്അത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എവിടെയാണ് ഭേദഗതി തുടങ്ങുന്നത്? 936-ൽ മുജാഹിദുകൾ പുറത്തിറക്കിയ അവരുടെ ഉദ്ധരണികളിൽ അവർക്ക് ഭേദഗതിയെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 8 വാദം തുടങ്ങുന്നത്, 8 റക്അത്താണ് എന്നുള്ള വാദം തുടങ്ങുന്നത് 1941 ശേഷമാണ്. അതിനു മുമ്പ് വരെ ഒരു മഹാനോ ഒരു പണ്ഡിതനോ ആരും തറാവീഹിന്റെ എണ്ണത്തെക്കുറിച്ച് ലോകത്തൊരിക്കലും ചർച്ച വന്നിട്ടുമില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. അതേ സ്ഥാനത്ത് പിന്നീട് തറാവീഹ് 8-ൽ നിന്ന് 11 ആക്കുകയും 11-ൽ നിന്ന് വീണ്ടും 8 ആക്കുകയും അങ്ങനെ തറാവീഹിന്റെ എണ്ണത്തിൽ ഇന്നും മുജാഹിദുകൾക്കിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് തറാവീഹിന്റെ എണ്ണം എന്ന് ഇന്നും മുജാഹിദുകൾക്കിടയിൽ കൃത്യമായ ഒരു തീരുമാനം പറയാൻ സാധിച്ചിട്ടില്ല. 8 എന്ന് പറയുന്നവർ അവർ തന്നെ തറാവീഹ് 20 റക്അത്ത് ആണോ അല്ലെങ്കിൽ 11 ആണോ എന്ന് കൃത്യമായ ഒരു രേഖകൾ അവർക്ക് പറയാൻ സാധിക്കാത്തതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ, സ്വഹാബിമാർ അവരൊക്കെ ലോകത്ത് പഠിപ്പിച്ചു തന്ന 20 റക്അത്ത് തറാവീഹ്, ആ തറാവീഹാണ് ഇസ്ലാം എന്ന പരിശുദ്ധ മതം. ആ മതം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ഹിദായത്തിന്റെ വഴിയെ വ്യക്തമായതിനു ശേഷം അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നമ വസാഅത് മസീറ എന്ന വ്യക്തമായ താക്കീദിന് കാരണക്കാരായി അള്ളാഹുവിന്റെ ശിക്ഷകൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്തരം വീഡിയോ ക്ലിപ്പുകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മറച്ചുപിടിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ ഈമാനിനെ കളഞ്ഞു കുളിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് നാം മനസ്സിലാക്കി അത്തരം ശ്രമങ്ങൾക്കെതിരെ നാം പോരാടണം. അർഹമുർ റഹീമായ റബ്ബ് കബൂൽ ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.